സെൽഫ് ലവ് വേണ്ടതാണ്. പക്ഷെ അത് ഭയങ്കരമായിട്ട് വേറൊരു രീതിയിലേക്ക് എത്തിക്കുകയാണ്. കാരണം ഞാൻ ഒരാളെ ഹെൽപ്പ് ചെയ്യേണ്ട കാര്യമില്ല, എനിക്ക് അവർ ഉപകാരം ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് ഉപകാരം ചെയ്താൽ മതി എന്ന് സോഷ്യൽ മീഡിയ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു ഫേക്ക് മൊറാലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിനെക്കുറിച്ച് പിതാവിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? എലിസബത്ത് പറഞ്ഞത് സെൽഫ് ലവ് അല്ല, സെൽഫിഷ്നെസ് ആണ്. യെസ്. ഈ ലവും സെൽഫിഷ്നെസ്സും കൂടെ ഒരുമിച്ച് പോവുകയല്ല. ശരിക്കും കെയർ ഫോർ സെൽഫ് വേണ്ടതാണ് നമുക്ക്. വി ഷുഡ് കെയർ ഫോർ അവർ സെൽഫ്സ്. അതിന് മലയാളത്തിൽ പറയുന്നത് സ്വാത്മസ്നേഹം എന്നാണ്. ചിലതൊക്കെ സ്വാർത്ഥ സ്നേഹം എന്ന് പറയാണ്ട്, അത് ശരിയല്ല. കാരണം സ്വാർത്ഥതയും സ്നേഹവും കൂടെ ഒരുമിച്ച് പോകുകയല്ല. സ്വാത്മസ്നേഹം വേണം. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. നീ നിന്നെ തന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ നീ നിന്നോട് തന്നെ കരുണയായിരിക്കുക. നീ നിന്നെ തന്നെ കണ്ടമാനം കുറ്റപ്പെടുത്താതിരിക്കുക. നിന്നോട് തന്നെ കണ്ടമാനം നീ ഡിമാൻഡിങ് ആകാതിരിക്കുക. നീ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സാവകാശവും കെയറും നീ നിനക്ക് തന്നെ കൊടുക്കുക. നമ്മൾ പലപ്പോഴും ഉണ്ടല്ലോ, നമ്മളോട് ഭയങ്കര ഡിമാൻഡിങ്, ഭയങ്കര ഈ പെർഫെക്ഷനിസ്റ്റുകളൊക്കെ കാണും നമ്മുടെ കൂട്ടത്തിൽ. ഭയങ്കരമായിട്ട് നമ്മളെ തന്നെ പീഡിപ്പിക്കും. അത് പാടില്ല. അതിനുള്ള ഒരു പരിഹാരമാണ് സ്വാത്മസ്നേഹം, സെൽഫ് കെയർ എന്ന് പറയും. ഇപ്പോൾ മീഡിയ കയ്യിലുള്ളവർക്ക് എങ്ങനെയും ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. അപ്പോൾ ഇത് വലിയൊരു സാധ്യത എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ വാഷ് ചെയ്യാനുള്ള ഒരു സാധ്യത. അത് ഈ സോഷ്യൽ മീഡിയയ്ക്കുണ്ട്. എത്ര തെറ്റായിട്ടുള്ള കാര്യവും ആവർത്തിച്ച് പറഞ്ഞ് അത് ശരിയാക്കുക. അത് ഒരു പുതിയൊരു നാരറ്റീവ് തന്നെ ഉണ്ടാക്കിയെടുക്കുക. അതിനൊക്കെയുള്ള സാധ്യതകളുണ്ട്. പക്ഷേ നമ്മൾ ശരിയായ ഒരു മോറൽ ട്രെയിനിങ് നമ്മുടെ സഭയിലൂടെയും വിശ്വാസ പരിശീലനത്തിലൂടെയൊക്കെ ആർജിച്ചെടുത്താൽ ഇത് തെറ്റാണെന്നെങ്കിലും നമുക്ക് മനസ്സിലാവും. അപ്പൊ അത് അവിടെയാണ് വിശ്വാസ പരിശീലനത്തിന്റെയൊക്കെ പ്രാധാന്യം. അത് പക്ഷേ ഇപ്പോഴത്തെ ന്യൂജൻ പേരൻസ് വേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്.